പവിത്രത്തിന്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വേദയുടെ കാര്യമൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ വിക്രം. ഈ ഒരു സമയത്ത് വേദ വിക്രത്തിനെ അന്വേഷിച്ച് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം വിക്രം വേദയെ തെറി പറഞ്ഞ് അവിടെ നിന്നും ഓടിക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒഴിവാക്കാനായിട്ട് പറയുന്നതാണ് ഈ തെറിയൊക്കെ. ഇത് നിങ്ങൾക്ക് മാത്രമേ വഴങ്ങൂ എന്നൊന്നും വിചാരിക്കേണ്ട, ബാക്കിയുള്ളവർക്കും ഈ തെറിയൊക്കെ വഴങ്ങൂ എന്ന് പറയുന്നുണ്ട് വേദ വിക്രമിന് നേരെ. ശേഷം വേദ വിക്രത്തിനെ ഭാ എന്നൊക്കെ പറഞ്ഞ് ആട്ടി 4 തെറിയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിക്രത്തിന്റെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് വിക്രമാണെങ്കിൽ ആകെ തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. അവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വേദ പറഞ്ഞ തെറി കേട്ട് ചെവി രണ്ടും പൊത്തി പിടിച്ചു നിൽക്കുകയാണ്. എന്തായാലും വേദ ഇങ്ങനെ പറയുന്നൊന്നും വിക്രം തീരെ പ്രതീക്ഷിക്കുന്നില്ല. 1-2 വാക്ക് പറഞ്ഞാലൊന്നും വേദയെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നും വിക്രം ഈ സമയം തിരിച്ചറിയുന്നുണ്ട്. ശേഷം വീട്ടിൽ ചെന്ന വേദയെ കുറച്ച് ആൾക്കാരൊക്കെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാര് ഒരു പെൺകുട്ടി തനിച്ചിരിക്കുന്നത് കണ്ട് പിടിച്ചുകൊണ്ട് പോകാനും ശ്രമിക്കുന്നുണ്ട്. അമ്മയും മൂത്ത ഏട്ടത്തിയും വന്ന് അവരെ ചൂല് വെച്ച് അടിച്ചു ഓടിക്കുകയാണ്. അങ്ങനെ കമലയെ കെട്ടിപ്പിടിച്ച് വേദ പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. വേദ കരയുമ്പോൾ തന്നെ അമ്മയുടെ മനസ്സ് അലിയുന്നുണ്ട്. തുടർന്ന് അമ്മ വേദയെ അകത്തേക്ക് കടത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മറ്റൊരാളും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഇവളെ എന്റെ മരുമകളായി അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അമ്മ സ്വീകരിക്കുന്നത് വേദയെ. അങ്ങനെ വേദ വലതുകാല് വെച്ച് വിക്രത്തിന്റെ വീട്ടിൽ കയറുന്നതാണ് കാണിക്കുന്നത്.